നമസ്തേ. ദാസാറില്ലേ? ഇല്ലല്ലോ, പുറത്തു പോയിരിക്കുക. ഓഹോ, ഞങ്ങളുടെ വർക്ക് പൂർത്തിയായി. ഉദ്ഘാടനം മറ്റന്നാളാണ്. ക്ഷണിക്കാൻ വന്നതായിരിക്കും. അതെ. ഭാര്യയും ഭർത്താവും കൊച്ചമ്മയും വരണം. വാസുകുട്ടമ്പിള്ള സാറാണ് ഞങ്ങളെ ആദ്യമായി ജോലിക്കെടുത്തതും പണി പഠിപ്പിച്ചതും. പക്ഷേ ഇത് കാണാൻ അദ്ദേഹം ഇല്ലാതായിപ്പോയി. ഏതായാലും നിങ്ങൾ എല്ലാ യൂണിയനും ഒന്നിച്ചു ചേർന്നത് കണ്ടിരുന്നെങ്കിൽ തീർച്ചയായും അച്ഛൻ സന്തോഷിച്ചേനെ. ഞങ്ങൾ ഇറങ്ങട്ടെ. അദ്ദേഹത്തോട് ഞങ്ങൾ ക്ഷണിക്കാമെന്ന് വിവരം പറഞ്ഞേക്കും. മോളെ, ഗവർണർ അവരിവിടെ വന്നു പറഞ്ഞു, ഇൻവിറ്റേഷൻ തന്നു. ഇൻവിറ്റേഷൻ? നീ അതിനോട് പഠിക്കാത്ത പട്ടി തുറന്നാൻ പാടില്ലായിരുന്നു. അങ്ങ് എന്തൊക്കെയാ ഈ പറയുന്നത്? ഓഹോ, അവനെ പറ്റി പറയുന്നത് നിനക്ക് പിടിക്കില്ലല്ലോ. നിന്റെ രഹസ്യക്കാരനല്ലേ അവൻ. നിന്റെ ഗർഭത്തിന് അവനും പങ്കില്ലേടി. ഇതുവരെ നിങ്ങളൊരു മനുഷ്യനാണെന്ന് ഞാൻ കരുതി. നിങ്ങളൊരു മൃഗമാണ്, നികൃഷ്ടമായ മൃഗം. എന്ത് പറഞ്ഞേ? അയ്യോ മോളെ, മോളെ, എടാ മഹാഭാവി, നീ എന്താണ് ചെയ്തത്? വേഗം വണ്ടി ഇറക്ക്, ഇവിടെ ആശുപത്രി കൊണ്ടുപോകണം. വേണമെങ്കിൽ ഒരു ടാക്സി വിളിച്ചോണ്ട് പോ, എനിക്ക് വേറെ ജോലിയുണ്ട്. ഇതെന്ത് പറ്റിയതാ? അത് ഒന്ന് വീണതാ. ഈ സമയത്തൊക്കെ സൂക്ഷിക്കണ്ടേ? ഹേമം തട്ടിയതുകൊണ്ട് ചിലപ്പോൾ പ്രസവം നടന്നു വരും, ഇല്ലെങ്കിൽ ഓപ്പറേഷൻ വേണ്ടി വരും. നമ്മുടെ നാട്ടിൽ അണക്കെട്ട് നിർമ്മാണത്തിന്റെ ചരിത്രത്തിൽ നിശ്ചയ സമയത്ത് തീരുന്ന ആദ്യത്തെ വർക്കാണിത്. സാർ ആത്മാർത്ഥമായി സഹകരിക്കുകയും ബുദ്ധിമുട്ടുകയും ചെയ്തുകൊണ്ടാണ് ഇത് സാധിച്ചത്. നേരാ സാറേ, ഒരു എഞ്ചിനീയർ എന്ന നിലയിലല്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെന്ന നിലയിലാണ് സാറ് പണിയെടുത്തത്. ബാബാ, ഇവിടെ തൊഴിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വർക്ക് നടന്നുകൊണ്ടാണ് കൃത്യസമയത്ത് പണി തീർന്നത്. സാറ് പറഞ്ഞതാ അതിന്റെ ശരി. നാളെ മീറ്റിംഗ് കഴിഞ്ഞ് ഒരു കലാപരിപാടി വേണ്ടതായിരുന്നു. അത് ശരിയാക്കാൻ സമയം കിട്ടിയില്ലെന്നാണപ്പ. തൊഴിലാളികളുടെ കൺസ്ട്രക്ഷൻ പരിപാടി ഇന്നോടെ അവസാനിക്കണം. അവർ പണി പൂർത്തിയാക്കിയ കൽക്കെട്ട് ഇന്ന് തകർക്കണം. നാളെ കനാലിൽ കൂടി വെള്ളം കരകവിഞ്ഞു വീഴണം. ഞങ്ങൾ ഏറ്റ് സാർ. അണക്കെട്ടിന്റെ പരിസരത്ത് ആരും കാണുകയില്ല. വളരെ രഹസ്യമായിട്ട് നിങ്ങൾ പോകണം. കൽക്കെട്ടിന്റെ മുകളിലും താഴെയുമായി ബോംബുകൾ നിക്ഷേപിച്ച് വയർ കണക്ട് ചെയ്യണം. വയറിന്റെ ഒരറ്റം വളരെ സൂക്ഷിച്ച് പടിഞ്ഞാറക്കരയിൽ കൊണ്ടുവരണം. കൃത്യം 12 മണിയാകുമ്പോൾ ബോംബിന്റെ സ്ഫോടനം കേട്ട് ഈ പ്രദേശം കുലുങ്ങണം. ദുഷ്ട, പാവപ്പെട്ട തൊഴിലാളികൾ പണിഞ്ഞു നിർത്തി അണക്കെട്ട് നീ തകർക്കാൻ പോവുകയാണ്. എനിക്ക് ജീവനുണ്ടെങ്കിലും നടക്കില്ല. ഞാൻ ഈ വിവരം പോലീസിനെ അറിയിക്കും. ഇന്ന് രാത്രി തന്നെ നിന്നെ ഞാൻ അകത്താക്കിക്കും. ഇവിടെ മുറിയിലിട്ട് പൂട്ട്. അവിടെ കിടന്നവർ ചാവട്ടെ. എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. നിന്നെ തനിച്ചാക്കിയിട്ട് ഞാൻ എങ്ങനെ പോകും? പരിപാടി ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഓരോ കട്ടൻ ചായ കിട്ടിയാ കൊള്ളാം. ഇന്നത്തെ കട്ടൻ എന്റെ വക. 60 ഉറങ്ങിയാൽ അവനെ വിളിച്ചുണർത്തി ഇപ്പൊ കാപ്പി പോയിട്ട് വാ. എഞ്ചിനീയർ എന്നെ വെടിവെച്ചു. നിങ്ങൾ പൂർത്തിയാക്കിയ ജോലി ബോംബ് വെച്ച് തകർക്കാൻ എഞ്ചിനീയർ ആളെ അയച്ചിട്ടുണ്ട്. ഉടനെ അത് തടഞ്ഞില്ലെങ്കിൽ എല്ലാം തകർന്നു പോവും. ചേട്ടാ, എനിക്ക് മാപ്പ് തരൂ.
എന്താണപ്പ? നമ്മൾ ജോലി ചെയ്ത് പൂർത്തിയാക്കിയ ഭാഗങ്ങൾ ബോംബ് വെച്ച് തകർക്കാൻ എഞ്ചിനീയർ ആളെ അയച്ചിരിക്കുന്നു. ഇതാര് പറഞ്ഞു? പൊന്നമ്മ, അവൾ അയാൾ വെടിവെച്ചു. അവൾ പാലത്തിൽ മരിച്ചു കിടക്കുന്നു.
ഭവാനിയോ? വരൂ. സുനന്ദയ്ക്ക് നിങ്ങൾ ഒന്ന് കാണണമെന്ന് ജയിലിന്റെ ആശുപത്രി വരെ ഒന്ന് വരൂ. അവള് പോയി തൊലയട്ടെ, എനിക്കിനി നിന്നെ മതി. നിന്നെ കാണോ? ഇനി അവൻ ആരും ദ്രോഹിക്കില്ലല്ലോ. ഞാൻ തൂക്കുമരത്തിൽ കയറിക്കൊള്ളാം. പാടില്ല ഭവാനിയമ്മേ, നിങ്ങളല്ലാതെ സുനന്ദയ്ക്ക് ഇനി ആരുമില്ല. ഈ കൊലപാതകം ഞാൻ ഏറ്റുള്ളാം. ഞാനും നിങ്ങളുമല്ലാതെ മറ്റാരും ഇത് അറിഞ്ഞിട്ടില്ല. പോകൂ, പോകൂ, ഇവിടുന്ന് പോകാനാണ് പറഞ്ഞത്. പോകൂ. ഗോപാല, എഞ്ചിനീയർ ദാസിനെ ഞാൻ വെടിവെച്ചു കൊന്നു. ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. നിനക്കൊരു കുഞ്ഞ് ജനിച്ചു, പക്ഷേ അവന്റെ അച്ഛനെ ഞാൻ കൊന്നു. ഇത് കണ്ടോ മോളെ? ആഫ്രിക്കൻ വലിച്ചു കീറിയതാണ്. അവന്റെ തോക്കുകൊണ്ട് തന്നെ ഞാൻ അവനെ വെടിവെച്ച് കൊന്നു. പക്ഷെ മോളെ, നിനക്ക് വേണ്ടി എന്നെ അവിടുന്ന് തള്ളിയിറക്കി വിട്ടിട്ട് ആ നല്ല മനുഷ്യൻ കൊലപാതക കുറ്റമേറ്റു. ഗോപാലൻ. അയ്യോ,
തൊഴിലാളി ഐക്യത്തെ അതിന്റെ കൊടുമുടികളിലേക്ക് ഉയർത്തിയിട്ട് നീ കടന്നു പോകുന്നു. നീ ജീവൻ ബലികഴിച്ച് നേടിയ ഈ ഐക്യം എന്നും നിലനിൽക്കും ബാബ, എന്നും നിലനിൽക്കും.